ഇന്ന് രാവിലെ ഞാനിത് അപ്പത്തിനാണ് കേട്ടോ. അപ്പം നമുക്കൊരു എഗ്ഗ് കറി ഉണ്ടാക്കാനാണ്. മുട്ടക്കറിയല്ല, മുട്ട ഫ്രൈ. അതിനപ്പോൾ ഞാൻ സവാള വഴറ്റിയിട്ടുണ്ട്. ശകലം ഉപ്പിട്ടിട്ട് സവാള വഴറ്റി, അത് കഴിഞ്ഞ് തക്കാളി ഇട്ടു. ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഞാൻ ഇത് അരച്ച് വെച്ചതാണ് കേട്ടോ, ഫ്രീസറിൽ വെച്ചതാണ്. തേങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം ചേർത്തിട്ട് അരച്ച് വെച്ചതാണ്. ചിക്കന് വേണ്ടി അരച്ചതാണ്. അപ്പോൾ ഞാനിത്തിരി ഫ്രീസറിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പച്ചമുളകിന് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ അധികം ഇടുന്നില്ല, കുരുമുളക് പൊടി ഉണ്ട്, പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ഇട്ടു കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 3 എഗ്ഗ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ കഴിക്കാനുള്ളത്. ഇത് നമ്മൾ അയണിൻ്റെ പാത്രം വാങ്ങിച്ചതാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് എവിടെയൊക്കെ ഉറുമ്പൊക്കെ കുത്തിപ്പൊട്ടിച്ച് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ആണി അടിച്ച് കയറ്റിയേക്കാണ്. അതുണ്ടോ, അതെവിടെയൊക്കെ ആണി അടിച്ച് കയറ്റും. ഇപ്പുറത്താണെങ്കിലും ഒക്കെ എന്തെന്ന പാറ്റയാണോ എലിയല്ല, എലി ഇതിൽ കയറാറില്ല, പാറ്റ കയറും. പാറ്റയാണോ പല്ലിയാണോ ഉറുമ്പാണോ ഒന്നും അറിയില്ല. അവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടേക്കായിരുന്നു. പിന്നെ ഞാനിത് എവിടെയൊക്കെ ആണി അടിച്ചേക്കത്. ഇവിടെ ആണി എല്ലായിടത്തും ആണിയാണ്. ഇവിടെ ഹോളുണ്ടാക്കി. ഇതൊക്കെ കണ്ടില്ലേ, മരത്തിൻ്റെ പിടിയായ തന്നെ എന്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണി ചോറ്റാനിക്കരയിൽ ആണി അടിക്കണ മാതിരി അടിച്ച് വെച്ചേക്കുന്നത് അവിടെയൊക്കെ. അപ്പം നമ്മുടെ ഇത് എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 3 എഗ്ഗ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ ചെടിക്ക് ഓർക്കിഡിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. പഴത്തിൻ്റെ വളരെ നല്ലതാണ്, ചെടികൾക്കൊക്കെ വളരെ നല്ലതാണിത്. ഇത് കഞ്ഞിയുടെ വെള്ളത്തിലും കാടിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം കൈകൊണ്ട് തിരുമ്മി ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം, അരിച്ചെടുത്തിട്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, ഉറുമ്പ് വരും, അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ ഇത് എഗ് റോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇതാ എഗ് റോസ്റ്റ് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ഇപ്പം നമ്മൾ അപ്പം കൂട്ടിയിട്ട് അപ്പം മുട്ടക്കറി. ഈസ്റ്റർ